അങ്ങനെ അവർക്കും അടിച്ചു ഒരു മീൻ. ഒന്നല്ല 2 അടിച്ചായിരുന്നു. ഇതാണ് നബീൽ, ടെക്കോൻ്റെ ഫ്രണ്ടാണ്. ഇന്ന് 2 പേരും കൂടെ ചൂണ്ടയിടാൻ പോയായിരുന്നു. ചൂണ്ടയിടാൻ പോയിക്കോട്ടെ ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. പോയിട്ട് വാടാ മക്കളെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഒരു ധൈര്യക്കുറവ്. കൂടെ ഞാനും പോയി. നബീലാണെങ്കിൽ മണ്ണിരേനൊക്കെ കൊണ്ട് സെറ്റായിട്ടാണ് വന്നത്. അവൻ ചൂണ്ടയിൽ മണ്ണിരേനെ കോർക്കുന്നതും ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവർ ചൂണ്ടയിടുന്നത് കാണുന്നത്. ഇവരെന്നല്ല, ആരും ചൂണ്ടയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരുടെ ആഗ്രഹമല്ലേ, കൂടെ ഞാനും കുറേ നേരം നിന്നു. ആദ്യം ഒന്നും കൊത്തുന്നുണ്ടായിരുന്നില്ല, പിന്നെ കൊത്തി തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന മണ്ണിരേനെ എല്ലാം കൊത്തി തീർത്തു. പിന്നെ ഞങ്ങളുടെ ഹോപ്പ് നശിച്ചു. അവസാനം ക്ഷമ നശിച്ച് ഞങ്ങൾ ആ ഭാഗത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറാമെന്ന് വിചാരിച്ചു. എന്നാലും ലാസ്റ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്നോർത്ത് നബീൽ പിന്നെയും ചൂണ്ടയിട്ടു. അടുത്ത റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് അതിൽ കൂടെ ട്രെയിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ പതിയെ അവിടെ നിന്നൊന്നും നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് താറാവും കൂട്ടം കണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ വന്നു. പക്ഷേ എന്നിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ല വെയിലല്ലേ. പിന്നെ ഞാനും ഡെക്കോയും നബീലും കൂടെ പയ്യെ നടന്നു. ഞങ്ങൾ പോകുന്ന വഴി ഒരു വലിയ പാമ്പുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഞങ്ങൾ നടന്നു. അവിടെ ഒരിടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു മതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു അവനും ചൂണ്ടയിടണം, ഞാൻ ചൂണ്ടയെടുത്തിട്ട് വരാമെന്ന്. ആ പോയ പോക്കാണ്. പിന്നെ അവനെ കണ്ടില്ല. അവൻ അതിൻ്റെ ഇടയിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവിടെ ഉടുമ്പുണ്ടെന്ന്. ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ പോന്നു. അവിടെ ഒരു ചേട്ടൻ കക്ക വാരുന്ന കണ്ടു. കക്ക വാരുന്നിടത്ത് അധികം മീനില്ലെന്നാണ് നബീൽ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കുഞ്ഞു മീനിനെ കണ്ടോ, ഇതുപോലെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ കയ്യിൽ മണ്ണിരയൊക്കെ തീരാറായി. ലാസ്റ്റ് 2 മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ഒരു മീൻ അടിച്ചു. അവന്മാരുടെ സന്തോഷം കണ്ടില്ലേ. ആ മീനാണെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഡെക്കോനാണെങ്കിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കിട്ടിയ മീനിനെ ഞങ്ങൾ കവറിലാക്കി നൈസായിട്ട് അവിടെ നിന്ന് വിട്ടു. കാരണം ഞങ്ങൾ പോയതൊരു ചാലിലായിരുന്നു. പിള്ളേരുടെ ഒരാഗ്രഹമായതുകൊണ്ടാണ് ഞാൻ കൂടെ പോയത്. ചീത്ത കേൾക്കുമോ എന്നുള്ളൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 1-2 ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കാര്യം പറഞ്ഞാൽ മതിയെന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനവിടെ കൂടെ നിന്നത്. അങ്ങനെ കിട്ടിയ 2 മീനുമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.